ഇപ്പോ ഇവിടെ കണ്ട തരംഗം തമിഴ്നാട്ടിൽ ആഞ്ഞടിക്കണം. അവിടെ DMK 3ാം സ്ഥാനത്തേക്ക് പോവാണ്. സ്റ്റാലിനും DMKയും തകർന്ന് തരിപ്പണമാവുകയാണ് തമിഴ്നാട്ടിൽ. അവിശ്വസനീയമാണ്. ആദ്യം TVK, രണ്ടാമത് AIADMK. വലിയ വിനാശകരമായ തോൽവി DMKക്ക് തമിഴ്നാട്ടിൽ. സമാനമായ തൃണമൂലിന്റെ കാര്യം പശ്ചിമ ബംഗാളിലും. അവിടെ കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് BJP പോവുകയാണ്, NDA പോവുകയാണ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ VD സതീശനെ കാണാൻ വേണ്ടി പ്രവർത്തകർ എത്തുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ വനവാസം ഇല്ല, VD സതീശൻ കേരള രാഷ്ട്രീയത്തിൽ തുടരും. മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളത് ഇനി കേരളത്തിലെ LDF ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തകർച്ച ഉണ്ടാവുന്നു. മട്ടന്നൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മേഖലകളിലെ ഇടത് കോട്ടകളിൽ വലിയ തകർച്ച ഉണ്ടാവുന്നു. ഇതൊരു ടെക്ടോണിക് ഷിഫ്റ്റ് തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയേക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. വടക്കൻ കേരളത്തിൽ 10 വർഷം ഇവർ ഭരിച്ചില്ലേ, ഇനി അവർ ഭരിച്ചോട്ടെ എന്നുള്ള രീതിയിലല്ല. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതല്ലാതെ മറ്റൊന്നും. 99ലേക്ക് ഇനി ഒരൊറ്റ സീറ്റ് കൂടി കിട്ടിയാൽ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ് UDF. 99 എന്ന വലിയ നമ്പറിലേക്ക് കഴിഞ്ഞ തവണത്തെ LDF തലയിലേക്ക് എത്തി. 99. നോക്കൂ, തവനൂരിൽ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ 7156 വോട്ടിനാണ് VS ജോയ് ലീഡ് ചെയ്തത്. ജോയ്ക്കാണ് ഇന്നലെ ഒരു പാട്ടൊക്കെ പാടിയത്, മുത്താണ് ജോയ്, സ്വത്താണ് ജോയ്, എങ്കിലും ഫിറ്റ് അല്ല ജോയ്. എന്നാലും ഒരു വലിയ വിജയത്തിലേക്ക് ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോകുമ്പോൾ കേരളത്തിലാകെ ഒരിടത്താണ് BJP ഇപ്പോൾ ലീഡ്. നേരത്തെ 3, 4, 5 എന്നൊക്കെ കണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റ സ്ഥലത്തേക്ക് BJP ലീഡ് ചുരുങ്ങിയിട്ട്. അത് പക്ഷേ സംസ്ഥാന പ്രസിഡന്റാണ്, രാജീവ് ചന്ദ്രശേഖറാണ്, നേമത്താണ്. പക്ഷെ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന ഒരു ഫീൽ അവിടെ കാണുന്നുണ്ട്.